തിരൂരങ്ങാടി ടുഡേ ന്യൂസ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം. സ്വർണ്ണവില കേട്ട് ഞെട്ടിയോ? എന്നാൽ എല്ലാവർക്കും സ്വർണ്ണം വാങ്ങാം. തോബ ജ്വല്ലറി അവതരിപ്പിക്കുന്നു ലൈറ്റ് വെയ്റ്റ് കളക്ഷനുകൾ, അതിമനോഹരമായ ഡിസൈനുകൾ, 1 ഗ്രാം മുതൽ നെക്ലസുകൾ, ബ്രേസ്ലെറ്റുകൾ, റിങ്ങുകൾ, മിതമായ പണിക്കൂലിയും ആയുഷ്കാല മെയിന്റനൻസ് സപ്പോർട്ടും. ഇനി എന്തിനു സ്വർണ്ണം വാങ്ങാൻ കാത്തിരിക്കണം? ചെമ്മാട് തോബ ജ്വല്ലറിയുടെ ഷോറൂം ഉടൻ സന്ദർശിക്കൂ. വാർത്തകൾ വിശദമായി. 3 ഷട്ടറുകൾ ഉയർത്തിയിട്ടും വെള്ളം കയറിയ പാടശേഖരങ്ങളിൽ നിന്നും വെള്ളം ഇറങ്ങാതായതോടെ നെൽകൃഷിയിൽ പായൽ നിറഞ്ഞ് നശിക്കുന്നു. ചെറുപുറത്തായം പാടശേഖരത്തിലെ 7 ഏക്കറോളം നെൽകൃഷിയാണ് വെള്ളം ഇറങ്ങാതായതോടെ പായൽ വന്ന് നശിക്കുന്നത്. കഴിഞ്ഞ തിങ്കളാഴ്ചയാണ് വെന്നിയൂർ ദേശീയപാത 66 റോഡ് പണി നടക്കുന്നതിനാൽ കടലുണ്ടിപ്പുഴയിലേക്ക് ഒഴുകിപ്പോകേണ്ട വെള്ളം വെന്നിയൂർ കാപ്രാട് വഴി ചെറുമുക്ക് തിരൂരങ്ങാടി പാടശേഖരങ്ങളിലേക്ക് എത്തിയത്. ഇതോടെ നിരവധി കർഷകരുടെ നെൽച്ചെടികളും ഞാറും വെള്ളത്തിൽ മൂടിയിരുന്നു. തുടർന്ന് മൈനർ ഇറിഗേഷൻ അധികൃതരും വിവിധ പാടശേഖര സമിതി അംഗങ്ങളുടെ നേതൃത്വത്തിൽ പാറയിൽ തടയണ, ഓൾഡ് കട്ട് ലോക്കി എന്നീ ഷട്ടറുകൾ ഉയർത്തിയിരുന്നു. ഇതോടെ പല പാടശേഖരങ്ങളിൽ നിന്നും വെള്ളം ഇറങ്ങുകയും ചെയ്തു. എന്നാൽ ചെറുപുറത്തായം പാടശേഖരങ്ങളിലെ വെള്ളം ഇതുവരെയും ഇറങ്ങിയിട്ടില്ല. 7 ഏക്കറിൽ പായൽ മൂടിക്കിടക്കുകയാണ്. കർഷകരായ ഉണ്ണിയാലുങ്കൽ മായിൻ്റെ 5 ഏക്കറിലും താണിക്കൽ അഷ്റഫിൻ്റെ 2 ഏക്കറിലുമാണ് പായൽ വന്നത്. ഞാൻ അഷ്റഫ് താണിക്കൽ, മൂപ്പര് മായിൻ ഉണ്ണിയാലുങ്കൽ. ഞങ്ങൾ ചെറുപ്പത്തായം പാടശേഖര സമിതിയിൽ പാടശേഖരത്തിൽ കൃഷി ഇറക്കുന്ന ആളുകളാണ്. ഇപ്രാവശ്യം അപ്രതീക്ഷിതമായിട്ട് വെള്ളം മഴ പെയ്തത് വല്ലാത്തൊരു പ്രയാസത്തിലാണ് ഞങ്ങൾ. കതിരിടാനായ എൻ്റെ 2 ഏക്കറയും അതേപോലെ അദ്ദേഹത്തിൻ്റെ 5 ഏക്കറയും ഈ ഒരു അവസ്ഥയിലാണ്. ഇത് വല്ലാത്തൊരു അവസ്ഥ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കിത് ഒന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയാണ്. പായൽ മൂടിക്കിടന്ന് കണ്ട് മറ്റുള്ള വേറെ എന്തെങ്കിലുമൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് കേടുകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ കീടനാശിനികൾ കൊണ്ടോ മറ്റുള്ള കാര്യങ്ങൾ കൊണ്ടൊക്കെ എന്തെങ്കിലുമൊക്കെ ചെയ്യാം. ഇവർക്ക് 2 ലക്ഷം രൂപയോളം നഷ്ടമുണ്ടായതായാണ് കണക്കാക്കുന്നത്. വയലിൽ നിന്ന് വെള്ളം പൂർണ്ണമായി ഇറങ്ങാൻ 10 ദിവസം പിടിക്കുമെന്ന് ചെറുപുറത്തായം പാടശേഖര സമിതി മുൻ ചെയർമാൻ കൊളക്കാടൻ സമീജ് പറഞ്ഞു. കൃഷിയിൽ വെള്ളം കയറിയത് ചെറുമുക്ക് നാട്ടുകാരും കൂട്ടായ്മ വകുപ്പ് തലത്തിൽ പരാതി നൽകിയതിൻ്റെ അടിസ്ഥാനത്തിൽ ജില്ലാ കൃഷി ഡെപ്യൂട്ടി ഡയറക്ടർ KP ദീപയുടെ നേതൃത്വത്തിൽ കഴിഞ്ഞ വ്യാഴാഴ്ച പരിശോധന നടത്തിപ്പോയിരുന്നു. അതേസമയം ഇനി വെള്ളം ഇറങ്ങിയാൽ തന്നെ കർഷകരുടെ നെൽകൃഷി തിരിച്ചു കെട്ടുമെന്ന പ്രതീക്ഷയും ഇപ്പോൾ ഇവർക്കില്ല. ന്യൂസ് ബ്യൂറോ, തിരൂരങ്ങാടി.